നമസ്കാരം. ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ്, പട്ടം SUT ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. വൃക്കകളിൽ സിസ്റ്റ് ഉണ്ടാകുക ഇതൊരു സാധാരണ സ്കാനിൽ കണ്ടുപിടിക്കുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഒത്തിരി രോഗികളെ ഡോക്ടറിന് വരും, എൻ്റെ കിഡ്നിയിൽ സിസ്റ്റ് ഉണ്ട്, ഇതിനെന്തെങ്കിലും ചികിത്സിക്കണോ, എന്തെങ്കിലും ഭയം വരട്ടണോ. ഇപ്പം ഒന്നോ രണ്ടോ സിസ്റ്റ്, പ്രത്യേകിച്ച് ഒരു 50 വയസ്സ് കഴിഞ്ഞ് ഉള്ളവർക്ക് ഒരു വലിയ നോർമലായിട്ട് തന്നെ കണ്ടെന്നിരിക്കാം. അതൊരു വലിയ പ്രശ്നം ഉണ്ടാകുന്ന സാധനമല്ല. പക്ഷേ ഒരു ചെറുപ്രായത്തിൽ 2 കിഡ്നിയിലും കൂടുതൽ സിസ്റ്റ് ഉണ്ട്, അതൊരു പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയും. പ്രത്യേകിച്ച് അത് പാരമ്പര്യമായിട്ട് വരുന്നൊരു അസുഖമാണ്. ഇപ്പം ഒരു 1000 ആളുകളിൽ ഒരാൾക്ക് ചിലപ്പോൾ ഈ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് കണ്ടുവരാം. അപ്പോൾ അത് ഈ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസിന് നമ്മൾ ഒരു ജനറ്റിക് പ്രശ്നം കൊണ്ടാണ് വരുന്നത്. അപ്പം അത് ആദ്യ ഘട്ടത്തിലൊക്കെ വലിയ രോഗലക്ഷണങ്ങളൊന്നും കാണത്തില്ല. ചിലപ്പോൾ നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പം ബ്ലഡ് പ്രഷർ കണ്ടുപിടിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് 2 കിഡ്നിയിലും സിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് കുട്ടികൾ കാണുന്നത്, അത് ഓട്ടോസോമൽ റിസസീവ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസാണ്. അവർക്ക് കിഡ്നിയിലും കരളിലും സിസ്റ്റ് കാണും. പക്ഷെ അവർക്ക് കൂടുതൽ ഈ സിസ്റ്റ് ബാധിക്കുന്ന കരളിനാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ കരൾ പ്രശ്നം കൊണ്ടാണ് കുട്ടികളിലുള്ള ഓട്ടോസോമൽ റിസസീവ് പോളിസിസ്റ്റിക് ഡിസീസ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി പ്രായം കഴിഞ്ഞവർക്ക് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് വൃക്കകളിനായിരിക്കും കൂടുതൽ ബാധിക്കുന്നത്. പക്ഷേ അതേസമയം സിസ്റ്റ് പല ശരീരത്തിൽ കാണും. ലിവറിൽ കണ്ടേക്കാം, പിന്നെ തലച്ചോറിലെ രക്തക്കോട്ടിൽ കണ്ടേക്കാം, അന്യൂറിസംസ്, ബെറി അന്യൂറിസംസ് എന്ന് പറയും. പിന്നെ ഇൻറ്റസ്റ്റൈനിൽ ഡൈവർട്ടിക്കുലോസിസ് കാണും, പിന്നെ ഓവേറിയൻ സിസ്റ്റ് കാണും. പക്ഷേ ഇതിൻ്റെ എല്ലാം ഉപരി വൃക്കകളുടെ സിസ്റ്റാണ് കൂടുതൽ രോഗലക്ഷണങ്ങളെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അത് രക്തസമ്മർദ്ദം കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ക്രമേണ ബ്ലഡ് യൂറിയ ക്രിയേറ്റിൻ കൂടി വരും. പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റ് നമുക്ക് തിരിച്ച് നോർമലാക്കാൻ പറ്റില്ല. അപ്പോൾ സിസ്റ്റ് എപ്പോഴും അവിടെ കാണും. അപ്പോൾ നമുക്ക് ആ സിസ്റ്റിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചേക്കും. ഇപ്പോൾ കുറച്ച് മരുന്നുകളുണ്ട്. ഇപ്പം ഈയിടയ്ക്ക് വന്ന കുറേ മരുന്നുകൾ, അത് വാപ്റ്റാൻസ് എന്ന് പറഞ്ഞ മരുന്ന്, അത് വെച്ച് നമുക്ക് സിസ്റ്റിൻ്റെ സൈസ് കുറയ്ക്കാൻ സാധിക്കും. സിസ്റ്റിൻ്റെ സൈസ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്നുകളുണ്ട്. പക്ഷേ അതിനും ചില സൈഡ് ഇഫക്ട്സ് ഉണ്ട്. പ്രത്യേകിച്ച് അതിനും ചിലപ്പോൾ ചിലർക്ക് ലിവർ പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് ഈ മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡോക്ടറിനെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റിങ് പോകണം. ഈ ലിവർ എൻസൈംസും ബാക്കി ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. പോളിസിസ്റ്റിക് ഡിസീസ് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ അത് സിസ്റ്റ് നമുക്ക് തിരിച്ച് മാറ്റാൻ സാധിക്കത്തില്ല. അതെപ്പോഴും ദേഹത്തിൽ കാണും. അപ്പോൾ നമുക്ക് സിസ്റ്റ് കൊണ്ട് വരുന്ന തകരാറ്, ഈ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസിലും ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമേ വൃക്ക തകരാറ് വരാറുള്ളൂ. അപ്പം നമുക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യുക. വൃക്ക തകരാറ് വരാനുള്ള പ്രധാന കാരണം അമിതമായ രക്തസമ്മർദ്ദമായിരിക്കും. പിന്നെ ചിലപ്പോൾ കിഡ്നിയുടെ സിസ്റ്റ് ഭയങ്കര വലുതാകുമ്പോഴും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. പിന്നെ നമ്മൾ വൃക്ക ഡാമേജിൻ്റെ വരാനുള്ള വേറെ പല കാരണങ്ങളുണ്ടോ, വേറെ തടസ്സമുണ്ടോ, കല്ലുണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടോ, ഇതുകൊണ്ടും തകരാറ് കൂടുതൽ വന്നിരിക്കാം. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ അതിൻ്റെ ചികിത്സയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ വൃക്ക ഡാമേജ് കൂടുന്നതിൻ്റെ വേഗത നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ സാധിച്ചിരിക്കും. പിന്നെ ചിലപ്പോൾ ഇത് വൃക്കയുടെ സൈസ് ഒത്തിരി വലുതാണ്, സിസ്റ്റിൻ്റെ സൈസ് കൂടി വരുവാണെങ്കിൽ നമുക്ക് ഈ വാപ്റ്റാൻസ് എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റിൻ്റെ സൈസ് വലുതാവുന്നതിൻ്റെ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചേക്കും. വൃക്ക ഡാമേജ് വന്നു കഴിഞ്ഞാൽ, സിസ്റ്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ ഡയാലിസിസോ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. അപ്പോൾ ചിലപ്പം വൃക്കകൾ ഭയങ്കര വലുതാണെങ്കിൽ നമ്മൾ സാധാരണ വൃക്ക മാറ്റി വെക്കുന്നത് വയറിൽ തന്നെ ആയിരിക്കും നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പം 2 കിഡ്നി ഒത്തിരി വലുതാണെങ്കിൽ ചിലപ്പം 1 കിഡ്നി മാറ്റേണ്ടി വന്നേക്കാം. പിന്നെ ഈ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് വരുന്ന കോംപ്ലിക്കേഷൻസ് കല്ലുകളാണ്. അപ്പോൾ ഈ മൂത്രം നമ്മൾ പോകുമ്പോഴത്തേക്ക് ആ സിസ്റ്റം കൊണ്ട് കുറച്ച് തടസ്സം വരും. അപ്പോൾ കംപ്ലീറ്റ് ചിലപ്പം വൃക്കകളിനെ തന്നെ മൂത്രം കുറച്ച് കെട്ടി നിന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് കല്ലുകൾ വരാം, അതുകൊണ്ട് ഇൻഫെക്ഷൻ വരാം, സിസ്റ്റിനകത്ത് ഇൻഫെക്ഷൻ വരാം. ഇപ്പം പനി, കിടുങ്ങൽ, വിറയിലൊക്കെ ചിലപ്പം ഈ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് ചിലപ്പം അതായിരിക്കും രോഗലക്ഷണം. അപ്പോൾ നമ്മൾ കൾച്ചർ ചെയ്യുക, അതിൻ്റെ ആൻറ്റിബയോട്ടിക് കൊടുക്കുക. ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കുക സാധാരണ ഉള്ള യൂറിനറി ഇൻഫെക്ഷനേക്കാൾ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ മാറ്റേണ്ടി വരും. കാരണം വെച്ചാൽ സിസ്റ്റിനകത്ത് പെനിട്രേറ്റ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ് വേണം കൊടുക്കാൻ. പക്ഷേ അതെല്ലാം നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് തന്നെ നമുക്ക് ഈ വൃക്ക ഡാമേജ് ഡയാലിസിസ് വരുന്ന ചെറിയ ശതമാനം ആളുകൾക്ക് അതിൻ്റെ ആവശ്യം വരികയുള്ളൂ. മിക്കതും നമുക്ക് മരുന്നുകൾ കൊണ്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് കൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചേക്കും.